എത്ര ഏക്കർ സ്ഥലത്തെ കഞ്ചാവ് കൃഷിയാണ് നശിപ്പിച്ചത്? 7 തടി ലോറികൾ, അതും ചന്ദനത്തടികൾ. എന്റെ നഷ്ടം എത്രയാണെന്ന് നിനക്കറിയാവോ? ഞാൻ ആരോടൊക്കെ സമാധാനം പറയണം? നിന്നെ ഒരു കാര്യത്തിനും കൊള്ളില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. நான் மேக்ஸிமம் ட்ரை பண்ணிட்டேன். என்னால ஒண்ணும் பண்ண முடியல. இதுக்கெல்லாம் காரணம் அந்த ரேஞ்சர் வினோத் குமார் தான். ഫോറസ്റ്റ് ഗാർഡ്സ് എല്ലാം ഇപ്പൊ അവൻ കയ്യിൽ തന്നെ ഇരിക്ക്. ഒരു പീക്കിരി ചെക്കൻ റേഞ്ചറെ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്ത നിന്നെയൊക്കെ ഞാൻ എന്തിനാടാ തീറ്റിപ്പോറ്റുന്നത്? ഈ വിനോദ് കുമാറിനേക്കാൾ ധീരന്മാരായ റേഞ്ചർമാർ ഈ കാട്ടിലുണ്ടായിരുന്നു. എന്നെ എതിർത്തവനെയൊക്കെ എത്തേണ്ട അടുത്ത് ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇനി വിനോദ് കുമാർ എന്ന പേര് പോലും ഞാൻ കേൾക്കാൻ ഇടവരരുത്. കള്ള കഴിവേറി. നീ ആളെ പേടിപ്പിച്ചളഞ്ഞല്ലോ. നിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നീ അത് പറയണം. കാരണം സിറ്റുവേഷൻ ഇതാണല്ലോ. മോളെ, ഇവൻ ആദ്യം ഇടിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ഇവിടെ വന്നിട്ട് ഇത്രയും കാലമായിട്ടും ഒരു ലെറ്റർ പോലും എനിക്ക് അയക്കാഞ്ഞത്. രണ്ടാമത്തെ ഇടി ആരും അറിയാതെ ഒരു പെണ്ണിനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. എടാ, നീ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. സുനു, ഇത് വിജയൻ, എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടിമാലി റേഞ്ചറാണ്. ഇത് സുനു, എന്റെ ഫ്രണ്ടാണ്. സുനു, റേഞ്ചർ സാർ ആദ്യമായിട്ട് വന്നല്ലേ, നമുക്കൊരു സ്ട്രോങ് ടീ കൊടുക്കാം. എടാ, നിന്റെ ഈ വളയ്ക്കൽ പരിപാടി ഇവിടെ വന്നിട്ട് നിർത്തിയില്ലേ? നല്ല കിളി പോലത്തെ ഒരു പെണ്ണ്. എന്റെ ഒരു യോഗം ഉള്ളതുകൊണ്ട് നമുക്ക് പഴയ പോലെ വേഷമായിട്ടൊന്ന് കൂടാ. കഴിവേറി പോക്കൃത്രം പറയരുത്. സുനന്റെ ഒരു പത്രപ്രവർത്തകയാണ്. വ്യക്തമായി പറഞ്ഞാൽ എന്റെ അച്ഛന്റെ ഒരു സ്റ്റാഫാണ്. സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ ഒന്നിച്ചുള്ള ഈ പൊറുതി, അതൊരു പെരിയ കഥ. അപ്പുറമാ ചൊല്ലേ. സുനുവിന്റെ ജീവൻ വരെ അപകടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഒരു താൽക്കാലിക സംരക്ഷണം. ഈ ജഗ്ഗു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദിവാസികൾക്കും എന്തിന് നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ്സിന് പോലും ഭയമാണ്. അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാൻ വേണ്ടി എനിക്ക് പല വേഷങ്ങളും കെട്ടേണ്ടി വന്നിട്ടുണ്ട്. ജഗ്ഗുവിനെ നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? പലതവണ അവനുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഒരു തവണ കസ്റ്റഡിയിലും എടുത്തു. എന്നിട്ടെന്ത്? പത്രത്തിൽ വായിച്ചില്ലേ? നമ്മുടെ ഒരു ഗാർഡിനെ വെടിവെച്ച് കൊന്നിട്ട് പുഷ്പം പോലെ അവൻ രക്ഷപ്പെട്ടു പോയി. അത്രയ്ക്ക് വലിയ ശക്തി അവന്റെ പിന്നിലുള്ളത്. ഇപ്പൊ അവൻ എന്റെ വിലയ്ക്ക് വില പറഞ്ഞിരിക്കുക. അവന്റെ സങ്കേതത്തെ കുറിച്ച് അറിയാൻ എന്താ വഴി? സങ്കേതവും മാറ്റിക്കൊണ്ടേയിരിക്കും. എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഒതുക്കാതെ നിവൃത്തിയില്ല. നമുക്ക് ഒതുക്കാളിയാ. ഇതിലും വലുത് ഒതുക്കിയിട്ടുള്ളവരല്ലേ നമ്മള്. ഒതുക്കുമ്പോ നമ്മൾ ഒതുങ്ങിപ്പോവാതെ നോക്കിയാൽ മതി. അത്യാവശ്യം വേണ്ടപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ നല്ല പിൻബലം അവനുണ്ട്. എന്ത് പിൻബലം ഉണ്ടെങ്കിലും അവനെ നമുക്ക് ഒതുക്കണം. അത്രയല്ലേ ഉള്ളൂ. ആട്ടെ, ജഗുവിന്റെ ഇപ്പോഴത്തെ സങ്കേതത്തെ കുറിച്ച് അറിയാൻ എന്താ വഴി? ഈ കാടിന്റെ മുക്കും മൂലയും അറിയാവുന്ന ഒരാളെ ഉള്ളൂ, മൂപ്പൻ. അയാളെ പിടിച്ചാൽ ചിലപ്പോ കാര്യം നടന്നേക്കും. ഒരുപാട് അന്ധവിശ്വാസങ്ങളുള്ള ആളാ. അയാളെ കൊണ്ട് പറയിക്കാൻ വലിയ പ്രയാസമാ. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? ഞാനിവിടെ ഇല്ലെങ്കിലും എന്നെ മനസ്സിൽ ധ്യാനിച്ചാൽ കാട്ടാനെ പോകുമെന്ന്, ആപത്ത് മാറുമെന്ന്. അടിയനെ രക്ഷിക്കണേ. കൊച്ചുതേവര് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാ ഞാൻ പറയുന്നത്. പോടാ, പോയി കാട് കയറ്.
ഓ ഇത് നല്ല ഒന്നാന്തര സാധനമാ. കൊച്ചുകാരന്മാർ അന്ന് കൊണ്ടുവന്നത് പോലെ അല്ല. അനിയൻ അല്ല അത് പിന്നെ ഈ വിദേശിയുടെ കൂടെ ഒരല്പം നാടനും കൂടെ മിക്സ് ചെയ്തിട്ട് അമ്മൂപ്പന് കൊടുത്തത്. കുറച്ചൊന്നുമല്ല, അത് മുഴുവനും നാടൻ ചാരായത്തിൽ ചായം കലക്കിയതായിരുന്നു. ഇത് നല്ല ഒന്നാന്തര സാധനം. ആള് മൂപ്പനാണെങ്കിലും സ്വദേശിയും വിദേശിയും ഒക്കെ മനസ്സിലാവല്ലേ? ജർമ്മൻ റേഞ്ചർക്ക് കൊളാബറേഷൻ ഉണ്ടായതല്ലേ, ആ ടേസ്റ്റ് ബ്ലഡിൽ കാണും. ഏ അല്ല, ഇദ്ദേഹത്തെ മൂപ്പര് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് ഉഗാണ്ട വനത്തിലെ കൊച്ചുദേവരാണ്, കുട്ടൻ കൊച്ചുദേവൻ. നെയ്റോബി അസുബഹ. ഞങ്ങള് കൊച്ചുദേവന്മാരെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടാറുണ്ട്. ഈ ലോകത്തിലെ എല്ലാ വനത്തിലെയും പ്രശ്നങ്ങൾ ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യും. വലിയ സന്തോഷമായി. ആരാ മൂപ്പ ഈ ജഗ്ഗു? വലിയ ദേവര് പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. മൂപ്പൻ അറിയോ? അറിയാം കൊച്ചുദേവര്. പക്ഷേ ജഗുത്തബ്രാനെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞ ഏനോ എന്റെ കുലമോ ഈ ലോകത്ത് കാണിയില്ല. അത്രയ്ക്ക് ക്രൂരനാത്തബ്രാൻ. ഞങ്ങള് കൊച്ചുദേവരന്മാരല്ലേ ചോദിക്കുന്നത്? ഞങ്ങള് വിചാരിച്ചാൽ ഈ നിമിഷം ആ ജഗ്ഗുവിനെയും അവന്റെ ആൾക്കാരെയും കാണില്ല. എന്റെ സിദ്ധി മൂപ്പൻ അറിയാമല്ലോ. അറിയാവേ, ആരോടും പറയാതിരുന്ന അടിയൻ പറയാം. ജഗുത്തമ്പ്രാന് ഈ കാട്ടിലെ മുഴുവൻ കഞ്ചാവ് കൃഷിയാണ്. അതിൽ നിന്ന് മരുന്നുണ്ടാക്കി പാവങ്ങൾക്ക് കൊടുക്കും. പിന്നെ ഒരുപാട് ചന്ദനത്തടി വെട്ടി വഴിപാടായി കോവിലിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ വലിയ ദേവര് പോവിക്കും. ഈ വനവും നശിക്കും, ഞങ്ങളുടെ കുടിയും മുടി. ആ സ്ഥലമൊക്കെ മൂപ്പൻ അറിയൂ? അറിയാം, പക്ഷെ ആ സ്ഥലത്തേക്ക് ഞങ്ങളാരും പോവില്ല. അതെന്താ? അവിടെ മുഴുവനും പേയും പിശാചുവാ. ആരെങ്കിലും പോയാ പിന്നെ തിരിച്ചു വരികയില്ല, രക്തമൂറ്റി കുടിക്കും. കൊച്ചനവരെ കുടിയില് കാട്ടാന ഇറങ്ങിയിരിക്കുന്നു. വേണിയെ കാട്ടാന. കൊച്ചനവരും മൂപ്പരും ശീഘ്രം വരണം. മൂപ്പൻ, ഞാൻ മൂപ്പനെ കൊണ്ട് കുടിയിലേക്ക് പോകും. എന്താ കാര്യം? അതൊക്കെ വന്നിട്ട് പറയാം. പോകാം. മോളെ മോളെ എന്റെ മോള് പോയത് എന്റെ പൊന്നു മോളെ. മോളെ എന്റെ മോളെ. കൊച്ചുദേവരെ, കൊച്ചുദേവരെ, എനിക്ക് വലിയ വിശ്വാസമാ. കാട്ടാന വന്നപ്പോ കൊച്ചുദേവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാ ഇറങ്ങിച്ചെന്നത്. കൊച്ചുദേവരെ കണ്ട് മരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടല്ലോ. സന്തോഷം, സന്തോഷം.
കൊച്ചുദേവരെ, എന്റെ മോക്ക് ഉയിര് കൊടുക്ക് ദേവരെ. ദേവന് വിചാരിച്ച എന്റെ മോക്ക് ജീവൻ കൊടുക്കാൻ വയ്യേ. വേണി ഭാഗ്യവതിയാ. വലിയ ദേവർക്ക് ഒത്തിരി ഇഷ്ടമുള്ളവരാ ആദ്യം വിളിച്ചോണ്ട് പോവുക. ദേവര് പറഞ്ഞു വിട്ടവരാ നാമല്ല. ദേവര് വിളിക്കുമ്പം പോകാനുള്ളവർ. മൂപ്പം വിഷമിക്കരുത്. വേണി സ്വർഗത്തിൽ വലിയ ദേവരെ അടുത്തുണ്ട്. ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ തുടങ്ങിയ ഒന്നിനും ഒരു അവസാനം ഉണ്ടാവില്ല. നീ മനഃപൂർവ്വം ഒന്നും ചെയ്തില്ലല്ലോ. വേണിയുടെ വിധി അതായിരുന്നു സമാധാനിക്ക്. വേണി ഒരു പാവമായിരുന്നു. അവൾ എന്നെ അന്ധമായി വിശ്വസിച്ചിരുന്നു. ഒരിക്കൽ എന്റെ നിലനിൽപ്പിന് വേണ്ടി സുനുവിനെ കളിയാക്കാൻ തമാശയ്ക്ക് പറഞ്ഞ വാക്ക് വിശ്വസിച്ച അവൾ ആനയുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നത്. അവളുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണ് വിജയ. എടാ, നീ ഇത്രയ്ക്ക് ത്യാഗം സഹിച്ച് ഈ സാഹസത്തിന് ഒരുമ്പെട്ടത് മഹത്തായ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയാ. അതിനിടയിൽ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ചില മുറിവുകൾ ഏറ്റെന്ന് വരും. അത് സഹിക്കാനുള്ള സഹനശക്തി നമുക്ക് വേണം. നീ സമാധാനിക്ക്. വാ. ശരിയാ ജഗ്ഗു, നീ പറഞ്ഞ ഏരിയ കാണാനാണ് സാധ്യത. ഏതായാലും അനിയൻ കുഞ്ഞു വരട്ടെ, നമുക്കൊരു തീരുമാനത്തിലെത്താം. ഹലോ, உன் அசிஸ்டன்ட் இருக்கானே அனியன் குஞ்சு, அவனை யமலோகத்துக்கு அனுப்பிட்டேன். அவன் போடி பார்க்கணும்னா 6ஆம் நம்பர் ஜெண்டா பக்கத்துல வாங்க. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ജഗ്ഗു.
റിസ്ക് എടുത്ത് ചെയ്യേണ്ട ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ്. മുമ്പലത്തെ പോലെ എളുപ്പമല്ല കാര്യങ്ങൾ. ശ്രമിക്കാം. മാത്യു സാർ ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കാൻ തുല്യമാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോ മുൻപ് പറഞ്ഞ പോലെ കാര്യങ്ങൾ നീങ്ങട്ടെ. കൃത്യസ്ഥലത്ത് ഞങ്ങളുടെ ആൾക്കാർ പറഞ്ഞ തുകയുമായി കാത്തുനിൽപ്പുണ്ടാവും. അതൊക്കെ എനിക്ക് വിട്ടുനിൽക്ക്. യഗു സർ, ഇവരാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പുതിയ ബിസിനസ് പാർട്ടി. ഇവർക്കുള്ള ചരക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നീയാണ്. മറ്റന്നാൾ വൈകുന്നേരത്തേക്ക് എല്ലാം റെഡി ആയിരിക്കണം. ഓക്കെ സർ. ആ, നമ്മുടെ ഈ ബിസിനസിന്റെ പുതിയ തുടക്കത്തിന് എന്റെ വക ഒരു ചെറിയ റിലാക്സ്.